പ്രിയമുള്ളവരെ, പോസിറ്റീവ് അറ്റ് 60+ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ഒക്ടോബറിൽ, അതായത് 11 മാസം മുമ്പ്, എൻ്റെ കൊടിക്കൃഷിയെപ്പറ്റി ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അത് ധാരാളം പേര് കണ്ടു. വളരെ സന്തോഷം. ഇപ്പോൾ 11 മാസം കഴിഞ്ഞ് ഞാനൊരു അപ്ഡേറ്റ് വീഡിയോ ഇടാമെന്ന് വിചാരിക്കുകയാണ്. എല്ലാ കൊടികളും കുഴപ്പമില്ലാതെ നിൽക്കുന്നു. മിക്കവാറും എല്ലാ കൊടികളും കായ്ച്ചിട്ടുണ്ട്, തിരി വീണിട്ടുണ്ട്. എനിക്കുള്ളത് പെപ്പർ തെക്കൻ 2ഉം കരിമുണ്ടയും പിന്നെ കുമ്പുങ്കലുമാണ്. 3 ഇനവും ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൽ കായ്ച്ചിരിക്കുന്ന നോക്കിയാൽ ഏറ്റവും നന്നായിട്ട് കായ്ച്ചിരിക്കുന്നത് കുമ്പുങ്കലാണ്. തെക്കൻ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കാലാവധി വേണം. ഞാനീ കൊടി വെച്ചിട്ട് ഇപ്പോൾ 2 വർഷം ആകുന്നതേ ഉള്ളൂ. അപ്പം കുമ്പുങ്കൽ മിക്കവാറും എല്ലാം നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. മറ്റേ തെക്കനും കരിമുണ്ടയും അല്പം സ്ലോ ആണെന്ന് തോന്നുന്നു. അടുത്ത വർഷം ശരിയാകുമായിരിക്കും. ഇപ്പോൾ 2 വർഷം ആകുന്നതേ ഉള്ളൂ. 2 വർഷം മുമ്പ് ഈ കൊടി വെക്കുമ്പോൾ എൻ്റെ മനസ്സിലെ ഉദ്ദേശം കഴിവതും ജോലിക്കാരൊന്നും ഇല്ലാതെ സ്വന്തമായി എല്ലാ പണികളും ചെയ്യണമെന്നായിരുന്നു. അത് ഏതാണ്ട് ഇതുവരെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ആരംഭത്തിൽ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം, അതായത് ആ കാല് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ ജോലിക്കാരെ വിളിച്ചുള്ളൂ. അതിനുശേഷം ഇന്ന് വരെ എല്ലാ പണികളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. രാവിലെ 1 മണിക്കൂർ സ്പെയർ ചെയ്താൽ ഈ കൊടിയുടെ പണികളെല്ലാം ചെയ്യാൻ പറ്റും. പൊതുവേ നമ്മുടെ നാട്ടുനടപ്പ് ഇത് കൊടി പിടിക്കാൻ വേണ്ടി കാലിട്ട് വളർത്തി ആണ് കൊടി ചെയ്യാറുള്ളത്. പക്ഷേ ഞാൻ പ്ലാസ്റ്റിക് പൈപ്പിലാണ് ഇട്ടിരിക്കുന്നത്. കാരണം കൊടിയുടെ കാലിട്ടാൽ നാം കൊടുക്കുന്ന വെള്ളവും വളവും എല്ലാം ആ കാല് കൊണ്ടുപോകും. പിന്നെ എല്ലാ വർഷവും അതിൻ്റെ കമ്പുകൾ ഇലച്ചിൽ കോതേണ്ട ഒരു പണി വേറെയുണ്ട്. ഇതാകുമ്പം ഒരിക്കൽ സെറ്റപ്പായി കഴിഞ്ഞാൽ അതങ്ങനെ തന്നെ നിന്നോളും. പിന്നെ ഒരേ ഒരു സംശയം, പ്ലാസ്റ്റിക് പൈപ്പിന് എത്രമാത്രം ലാസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. എന്നാലും 10-15 കൊല്ലം നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അന്നേരം നോക്കാം. പ്ലാസ്റ്റിക് പൈപ്പിൽ കോൺക്രീറ്റ് ചെയ്ത് ഈ കാലുണ്ടാക്കി കൊടി വെച്ച് ഇതുവരെ ഏതാണ്ടൊരു 3500 രൂപയെ എനിക്ക് ഒരു ചുവടിന് ചിലവായിട്ടുള്ളൂ. ഇപ്പോഴത്തെ കുരുമുളകിൻ്റെ വില വെച്ച് നോക്കിയാൽ ഒരു 6-7 കിലോ കുരുമുളക് കിട്ടിയാൽ നമ്മൾ മുടക്കിയ കാശ് കിട്ടും. അപ്പം വലിയ നഷ്ടം വരാൻ സാധ്യതയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഏറ്റവും പ്രധാനം, പണിക്കാരൊന്നുമില്ല. 1000 രൂപ കൂലി കൊടുത്ത് പണിക്കാരെ നിർത്തി ഏത് കൃഷി ചെയ്താലും വിജയിക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം കഴിവതും പണിക്കാരെ നിർത്താതെ ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. നിങ്ങൾക്കറിയാം, ഇത് പൈപ്പ് ഞാൻ 20 അടി പൊക്കത്തിലാണ് ഇട്ടിരിക്കുന്നത്. 20 അടി പൊക്കത്തിലാകുമ്പോഴത്തേന് മുകളിലേക്ക് കൊടി കയറി കഴിയുമ്പം കാറ്റ് പിടിച്ച് ഒടിയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നത് 4 വശത്തോട്ടും സ്റ്റേ വയർ വലിച്ചു കെട്ടണമെന്നാണ്. അതായത് ഒരു കാലിൽ നിന്ന് 4 വശത്തേക്കും വള്ളി കെട്ടുക. അതായത് ഒരു കാലയിൽ നിന്ന് മറ്റൊരു കാലയിലോട്ട്, അവിടെ നിന്ന് മറ്റൊരു കാലയിലേക്ക്, അങ്ങനെ എല്ലാ കാലുകളും തമ്മിൽ 4 വശത്തോട്ടും ബന്ധപ്പെടുത്തുക. അപ്പം കാറ്റ് പിടിക്കത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ 2 നിര കരിമുണ്ടയാണ്. അത് വെച്ചിട്ട് 1 വർഷത്തിൽ താഴെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഈ കൊല്ലം ഒന്നും കായ്ച്ചിട്ടില്ല. അടുത്ത വർഷമാകുമ്പോഴത്തേക്കും അതിന് തിരി വീഴുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നമുക്കുള്ള സംശയം, ഈ 20 അടി പൊക്കത്തിൽ കുരുമുളക് ഉണ്ടായാൽ എങ്ങനെ പറിക്കുമെന്നാണ്. കാരണം ഈ പ്ലാസ്റ്റിക് പൈപ്പിൽ ഗോണി ചാരി വെച്ച് നമുക്ക് പറ്റില്ല. അത് കാരണം ഞാൻ 3 ലാഡർ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കാണുന്നത് 16 അടി ഉയരമുള്ള ലാഡറും 8 അടി ഉയരമുള്ള ലാഡറും ഞാൻ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു 12 അടി ഉയരമുള്ള ഒരു ലാഡർ കൂടെ ഉണ്ടാക്കണം. ഉയരം കൂടുതലുള്ള ലാഡറിൽ കയറുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം മറിയാൻ സാധ്യതയുണ്ട്. അത് കാരണം മറിയാതിരിക്കത്തക്ക പോലെ കെട്ടിവെക്കുന്നത് നന്നായിരിക്കും. പിന്നെ നാം ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പുല്ലും കളയും കിളുക്കുന്നതാണ്. നമ്മൾ കൊടുക്കുന്ന വെള്ളവും വളവും എല്ലാം ഈ പുല്ല് കൊണ്ടുപോകും. അതോടൊപ്പം കാട് പിടിച്ച് കിടക്കും. ഇപ്പോൾ അതിനായി ഞാൻ ചെയ്തിരിക്കുന്നത് വീട് കൺട്രോൾ ഷീറ്റ് കംപ്ലീറ്റ് അടിച്ചിരിക്കുകയാണ്.
അതിന് ഇത് ഇങ്ങനെ അടിച്ചാൽ മതി. 4 ഇഞ്ച് സ്റ്റീലാണി ഒരു വാഷറിട്ട് വെറുതെ അടിച്ച് കയറ്റിയാൽ മതി. അപ്പോൾ അതവിടെ പിടിച്ചിരുന്നോളും. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഞാൻ ആ വാഷറിട്ട് അടിച്ചിരിക്കുന്ന ആണിയുടെ പാടുകൾ കാണാം. അപ്പം വീട് കൺട്രോൾ ഷീറ്റ് കൊണ്ട് കവർ ചെയ്താൽ മതി. വേനൽക്കാലത്ത് നനയ്ക്കുവാൻ വേണ്ടി ഞാനൊരു വാട്ടർ സപ്ലൈ സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 6000 ലിറ്റർ കപ്പാസിറ്റിയുള്ള വാട്ടർ ടാങ്ക്. അതിൽ മഴവെള്ള സംഭരണിയാണ്. എല്ലാ ടാങ്കും നിറഞ്ഞു കിടക്കുകയാണ്. അതിൽ ഒരു ടാങ്കിനകത്ത് ഒരു മോട്ടറുണ്ട്. ആ മോട്ടർ വെച്ച് കംപ്ലീറ്റ് മഴ പോലെ നനയ്ക്കാനുള്ള സൗകര്യവുമുണ്ട്, അല്ലാതെ ഹോസ് വെച്ച് നനയ്ക്കാനുള്ള സൗകര്യവുമുണ്ട്. അപ്പോൾ ചാണക സ്ലറി, കടലപ്പിണ്ണാക്ക്, കീടനാശിനി, വളം എല്ലാം ഈ ഡ്രമ്മിലിട്ട് ഡൈല്യൂട്ട് ചെയ്ത് അതിൻ്റെ തെളിനീര് മാത്രം വാട്ടർ ടാങ്കിലേക്ക് പോകുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് പ്രത്യേക മോട്ടറിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം വാട്ടർ ടാങ്കിനേക്കാൾ ഉയരത്തിൽ വെച്ചിരിക്കുന്നു, വാൽവും വെച്ചിട്ടുണ്ട്. അപ്പം തെളിനീര് മാത്രം ആവശ്യമുള്ളപ്പോൾ ആ വാൽവ് തുറന്നു കൊടുത്താൽ അത് വാട്ടർ ടാങ്കിൽ ചെല്ലും. അങ്ങനെയാണ് സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ വീട് കൺട്രോൾ ഷീറ്റ് ഉള്ളത് കൊണ്ട് പുല്ലും കാടും ഒന്നുമില്ല. കൃഷിയിടം നല്ല ക്ലിയറായി കിടക്കുന്നു, നിങ്ങൾക്ക് കാണാം. ഇനിയും കുരുമുളക് പറിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുമെന്ന് നമുക്കറിയാൻ മേല. കാരണം 8 അടിയുള്ള ലാഡറും 12 അടിയുള്ള ലാഡറും നമ്മൾക്ക് ഉപയോഗിക്കാമെന്ന് തോന്നുന്നു, സ്വയം ചെയ്യാമെന്ന് തോന്നുന്നു. അതിന് മുകളിലേക്കുള്ളത് പറിക്കുന്നതിന് ആരെയെങ്കിലും സഹായം തേടേണ്ടി വരുമെന്ന് ഞാൻ കരുതുന്നു. എനിക്ക് ആകെ 100 പോസ്റ്റ്, അതായത് 100 കൊടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു പരിധി വരെ മാനേജ് ചെയ്യാമെന്ന് ഞാൻ കരുതുന്നു. കാരണം 8 അടിയുടെ ഗോവണിയയിൽ നിന്ന് പറിക്കാവുന്നതും 12 അടിയിൽ നിന്ന് പറിക്കാവുന്നതും നമ്മളെക്കൊണ്ട് പറ്റും. പിന്നെ അതിന് മുകളിലേക്കുള്ളത് എന്ത് ചെയ്യുമെന്ന് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അതുവരെ എൻ്റെ കൊടി അത്ര ഉയരത്തിലെത്തിയിട്ടില്ല. ഗോവണി ഉണ്ടാക്കി വെച്ചെങ്കിലും അതിൻ്റെ ആവശ്യം എന്ത് ചെയ്യും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. ഈ കൃഷി രീതികൾ ഞാൻ ചെയ്യുന്നത് എൻ്റേതായ യുക്തി വെച്ചാണ്. അതിൽ ഇത് കാണുന്ന പലർക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. അത് കമൻ്റായിട്ട് ഇടുവാൻ താല്പര്യപ്പെടുന്നു. എൻ്റെ ഐഡിയയും എൻ്റെ യുക്തിയും വെച്ച് ഞാനങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ. എല്ലാം ഒന്നും ശരിയാകണമെന്ന് ഞാൻ കരുതുന്നില്ല. എല്ലാവരും അഭിപ്രായങ്ങൾ പറയുക. അതിൽ നിന്ന് എനിക്കും നല്ലത് ചെയ്യുവാൻ സാധിക്കും. എല്ലാവരും കമൻറ്റുകൾ ഇടുക. പ്ലാസ്റ്റിക് കാലിൽ കൊടി പിടിച്ച് കയറിക്കോളും എന്ന് പലരും കമൻറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടു. പക്ഷേ എൻ്റെ അനുഭവത്തിൽ അതത്ര ശരിയല്ല. കാരണം ഏത് നിമിഷവും വെയിറ്റ് കൂടുമ്പോൾ അത് താഴേക്ക് പോരാൻ സാധ്യതയുണ്ട്. ഞാൻ അതുകൊണ്ട് പ്ലാസ്റ്റിക് വള്ളി വെച്ച് കെട്ടിക്കൊടുക്കുന്നുണ്ട്. പിന്നെ കണ്ട ഒരു കാര്യം, വേനൽക്ക് മാത്രം വേണ്ടി വന്നാൽ മാത്രം നനച്ചു കൊടുക്കുക എന്നുള്ളതാണ്. കൂടുതലായി നനയ്ക്കുന്നത് ഗുണത്തേക്കാൾ അധികം ദോഷം ചെയ്യുമെന്ന് പിന്നെ അനുഭവത്തിൽ നിന്നും കഴിഞ്ഞ വർഷം മനസ്സിലായി. കാരണം കൃഷിയിൽ പരിചയമുള്ളവർ പറയുന്നത് കൊടിക്ക് ഒരു ഫെബ്രുവരി മുതൽ മെയ് ജൂൺ വരെ നല്ല റെസ്റ്റ് കൊടുക്കണമെന്നാണ്. ആ സമയത്ത് അത് കൊടി കായ്ക്കാൻ അനുവദിക്കാതെ മഴ പെയ്യുമ്പോൾ കായ്ക്കുന്ന രീതിയിലേക്ക് നാം നിയന്ത്രിക്കണം. മഴ പെയ്യുമ്പോൾ ധാരാളം നാമ്പുകൾ പൊട്ടിക്കിളുത്ത് കൊടി കുരുമുളക് ഉണ്ടാകുന്നതാണ് നാം കണ്ടുവരുന്നത്. എനിക്കത് അറിഞ്ഞുകൂടായിരുന്നു. കഴിഞ്ഞ വർഷം ഞാൻ വേനലാണല്ലോ എന്ന് വിചാരിച്ച് നനച്ചുകൊണ്ടിരുന്നു. അപ്പം വേനലിൻ്റെ അവസാനം വരെയും പുതിയ തിരികൾ വന്നുകൊണ്ടേയിരുന്നു. അത് ശരിയല്ല എന്നാണ് വിദഗ്ധരായ കൃഷിക്കാരിൽ നിന്ന് എനിക്ക് മനസ്സിലാകുവാൻ സാധിച്ചത്. എല്ലാവരും സഹകരിക്കുക, കമൻറ്റുകൾ ഇടുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ്. താങ്ക് യു.